കൊച്ചി സേലം LPG ഗ്യാസ് പൈപ്പ്ലൈൻ, ഗെയിൽ പൈപ്പ്ലൈൻ പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുത്തതിൽ വൻ അട്ടിമറിയും അഴിമതിയും നടന്നതായി ആരോപണമുന്നയിച്ച് കാലടിയിലെ കൊച്ചി സേലം LPG പൈപ്പ്ലൈൻ ആക്ഷൻ കൗൺസിൽ രംഗത്ത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതി മറച്ചുവെച്ച് കേരളത്തിലെ ആയിരക്കണക്കിന് കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം റവന്യൂ ഡിപ്പാർട്ട്മെന്റും പൈപ്പ്ലൈൻ കമ്പനിയും ചേർന്ന് അട്ടിമറിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ആക്ഷൻ കൗൺസിൽ എറണാകുളത്ത് വാർത്താസമ്മേളനം നടത്തി. വിഷയത്തിൽ സർക്കാർ ഇടപെട്ട് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ വാർത്താസമ്മേളനം പറഞ്ഞു. ഒരു വലിയ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ആയിരക്കണക്കിന് കർഷകരെ മൂടമോടെ വഞ്ചിച്ച ഒരു വിഷയം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പത്രസമ്മേളനം. കൊച്ചി സേലം ഗ്യാസ് പൈപ്പ്ലൈൻ എന്ന് പറയുന്ന KSPPL എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് കൊച്ചി റിഫൈനറിയിൽ നിന്ന് LPG ഗ്യാസ് കൊണ്ടുപോകാനായിട്ട് വാളയാറ് കഴിഞ്ഞ് സേലത്തേക്ക് പോകുന്നത്. 2013 ഈ ലാൻഡ് അക്വിസിഷൻ ആക്ട്, പുതിയ LAR ആക്ട് 2015 നിയമ ഭേദഗതി വരുത്തി. അതായത് പെട്രോളിയം ആക്ടില് ഭേദഗതി വരുത്തിയത് മറച്ചു വെച്ചുകൊണ്ട് 1962 പെട്രോളിയം ആൻഡ് മിനറൽസ് പൈപ്പ് ലൈൻ ആക്ട് മറച്ചു വെച്ചുകൊണ്ട് 2019 ഇവർ ഏകപക്ഷീയമായിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒരു ഉത്തരവ് ഇറക്കി. ഈ 1968 ഈ ആക്ടിൽ തന്നെ പറയണമെന്ന് വെച്ചാൽ അതായത് മാർക്കറ്റ് വില കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവര് ഏകപക്ഷീയമായിട്ട് ഓർഡർ ഇറക്കിയത് ഫെയർ വാല്യൂ, ഓരോ ഭാഗത്തും സ്ഥലം ഏറ്റെടുക്കുന്നത് ഫെയർ വാല്യൂവിന്റെ 10% കൊടുക്കണമെന്നാണ് ഓർഡർ ഇറക്കിയത്. പക്ഷേ ഈ 2015 കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ നിയമ ഭേദഗതി ഇവർ മനഃപൂർവ്വം മറച്ചു വെച്ചു. ഈ പറയുന്ന 2015 നിയമ ഭേദഗതി തമിഴ്നാട് സർക്കാർ നടപ്പാക്കി. അതായത് വാളയാറ് കഴിഞ്ഞ് കോയമ്പത്തൂര് സേലത്തേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ 2013 ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ പറഞ്ഞ് സർക്കാർ ഓർഡർ ഇട്ടിട്ടുണ്ട്. ഞാൻ തന്നിരിക്കുന്ന ആ പേപ്പറിൽ അവരുടെ ഓർഡറുടെ കോപ്പിയുണ്ട്. അപ്പോൾ ഇവിടെ മാർക്കറ്റ് വില നിശ്ചയിക്കുക എന്ന് പറയുന്നാൽ ജില്ലാ കളക്ടറാണ് മാർക്കറ്റ് വില നിശ്ചയിക്കേണ്ടത്. അത് ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ 2013 ആക്ടില് മാർക്കറ്റ് വില, ഭൂമിയുടെ മാർക്കറ്റ് വില നിശ്ചയിക്കുക എന്ന് പറഞ്ഞത് ഒരു നോട്ടിഫിക്കേഷൻ തീയതി മുതൽ 3 വർഷം മുമ്പ് 5 കിലോമീറ്റർ ചുറ്റളവിലെ കൂടിയ ആധാരങ്ങൾ എടുത്തിട്ട് ജില്ലാ കളക്ടറാണ് മാർക്കറ്റ് വില നിശ്ചയിക്കുന്നത്. അതിവിടെ ഉണ്ടായില്ല. കാരണം സർക്കാർ ഏകപക്ഷീയമായി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ സഹായിക്കാൻ വേണ്ടി KSPPL എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഈ പൈപ്പ് ലൈൻ കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഏകപക്ഷീയമായി ഓർഡർ ഇറക്കിയതാണ്. അപ്പൊ തമിഴ്നാട്ടിൽ ഈ സാധനം കൊടുത്തു. അതായത് 2013 ആക്ട് പ്രകാരം കൊടുത്തു, കേരളത്തിൽ കൊടുത്തില്ല. ഇതേ സെയിം കേസ് തന്നെ ഗുജറാത്ത് സ്റ്റേറ്റിലുണ്ടായ കേസിൽ അവിടുത്തെ ഡിവിഷൻ ബെഞ്ച് ഈ പറയുന്ന സർക്കാരിൻ്റെ ഈ ഓർഡർ റദ്ദ് ചെയ്തിട്ട് പുതിയ 2013 ആക്ട് പ്രകാരം നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞിട്ട് ഹൈക്കോടതി അവിടുത്തെ ഡിവിഷൻ ബെഞ്ച് വിധി കിട്ടും. അതിൻ്റെ ഞാൻ ഡീറ്റെയിൽ ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവരുടെ കേസ് നമ്പറും ഡീറ്റെയിൽ വെച്ചിട്ടുണ്ട്. ഇതേ സെയിം സംഭവം തന്നെയാണ് ഗെയിൽ പദ്ധതിക്ക് വേണ്ടിയിട്ട്. പുതുവൈപ്പിൽ നിന്ന് കാസർഗോഡ് വരെ പോകുന്ന ആളുകൾക്ക് ഈ പറയുന്ന പെട്രോളിയം ആൻഡ് മിനറൽസ് ആക്ടിന്റെ 1962 ആക്ട് പ്രകാരമാണ് നഷ്ടപരിഹാരം കൊടുത്തത്. അവിടെ ഈ 2015 കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പറയുന്ന ഭേദഗതി, നിയമ ഭേദഗതി അവർ മറച്ചു വെച്ചു. അപ്പോൾ കേരളത്തില് ആയിരക്കണക്കിന് കർഷകരാണ്, ഭൂവുടമകളാണ് വഞ്ചിക്കപ്പെട്ടത്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഗെയിലിന്റെ ഓർഡർ ഞാൻ ഏറ്റവും ലാസ്റ്റ് പേജിൽ ഗെയിലിന്റെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. 2017 ഗെയിലിന് ഓർഡർ എടുത്തത്. അതായത് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഏകപക്ഷീയമായിട്ട് ഓർഡർ ഇടുന്നത് 2017. പക്ഷെ ഈ 2015 നിയമ ഭേദഗതി അവർ മറച്ചു വെച്ചു. അപ്പൊ ഇതിനകത്ത് വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ സർക്കാർ ഉദ്യോഗസ്ഥരും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പൈപ്പ് ലൈൻ കമ്പനിക്കാരുമായി വലിയൊരു ഗൂഢാലോചന നടത്തിയാണ് ഈ പറയുന്ന ആയിരക്കണക്കിന്, 1-2 അല്ല, കൊച്ചിൻ റിഫൈനറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കൊച്ചി സേലം ഗ്യാസ് പൈപ്പ് ലൈൻ വാളയാറ് വരെ പോകുന്നത് എൻ്റെ ഉൾപ്പെടെ ഞങ്ങളുടെ ഉൾപ്പെടെ ഭൂമിയിലൂടെ പോയത് മാന്യമായ നഷ്ടപരിഹാരം, ഈ പറയുന്ന നിയമപരമായ നഷ്ടപരിഹാരം ഞങ്ങൾക്ക് തരാതെന്ന് മറച്ചു വെച്ചിട്ടുമാണ്. ഇതൊരു എന്താ പറയാ, ഇതൊരു വലിയൊരു ചെറിയൊരു സംഭവമല്ല.
ഇത്രയും ജനങ്ങളെ ഒരു വഞ്ചിച്ചൊരു വിഷയമാണ്. അതുമാതിരി തന്നെ പ്രശ്നങ്ങൾക്ക് നിസാര വിലയാണ് അവർ ഞങ്ങൾക്ക് തന്നത്. ഈ പറയുന്ന അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ ആണ്, ഈ പറയുന്ന പൈപ്പ് ലൈൻ കമ്പനിയുടെ ഉദ്യോഗസ്ഥരാണ് ഈ വില നിശ്ചയിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ പറയുന്ന ഈ ഒരു സംഭവം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞായറാഴ്ച മുഖ്യമന്ത്രി നേരിൽ കണ്ടു, പരാതി കൊടുത്തു, അദ്ദേഹം പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് പൊതുസമൂഹം അറിയണം. കാരണം ഇവിടെ കുറേ ജനങ്ങൾ ഈ പൈപ്പ് ലൈൻ പോയ ആളുകൾക്കൊന്നും സത്യം പറയുന്നത് അറിയില്ല. ഞങ്ങൾ ഇതിന്റെ പുറകിൽ കൂടെ നടന്ന് ഹൈക്കോടതിയിൽ ഇതിന്റെ ബന്ധപ്പെട്ട് കേസ് നടക്കുന്നുണ്ട്. അങ്ങനെ ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഈ പറയുന്ന വിവരങ്ങളെല്ലാം കിട്ടുകയും തമിഴ്നാട് സർക്കാരിൽ നിന്ന് വിവരാവകാശം വെച്ചിട്ട് അവിടുത്തെ ഓർഡർ എടുത്തപ്പോഴാണ് അവിടെ 2013 ആക്ട് പ്രകാരം നഷ്ടപരിഹാരം കൊടുത്ത് നമ്മൾ വിവരം മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ 2015 ഈ പറയുന്ന നിയമ ഭേദഗതി ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോഴാണ്. ഹൈക്കോടതി പറയുന്ന ഗുജറാത്ത് സർക്കാരിന്റെ വിധി കിട്ടിയത് അതാണ്. അപ്പൊ ഞങ്ങളുടെ ആവശ്യം ഈ നിയമവിരുദ്ധമായി ഇറക്കിയിരിക്കുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റ് 2019 കൊച്ചി സേലം ഗ്യാസ് പൈപ്പ് ലൈന് വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന നിയമവിരുദ്ധമായ ഓർഡർ ജില്ലാ കളക്ടർ വില നിശ്ചയിക്കേണ്ട ഈ സംഭവം, അതായത് ഭൂവുടമകളായി ഞങ്ങളെയോ ജില്ലാ കളക്ടറെയോ അറിയിക്കാതെ ഏകപക്ഷീയമായി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിരിക്കുന്ന 2019 ഇറക്കിയിരിക്കുന്ന ഓർഡർ റദ്ദ് ചെയ്തിട്ട് 2013 LARR ആക്ട് പ്രകാരം നഷ്ടപരിഹാരം നിർണയിച്ച് നൽകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. മനഃപൂർവ്വം ഇതൊരു അബദ്ധം പറ്റിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറച്ചു വെച്ച് ഗൂഢാലോചന ഉണ്ട്, വലിയ ഗൂഢാലോചന ഉണ്ടെന്ന് നടന്നിട്ടുണ്ട്. ഈ 2015 നിയമ ഭേദഗതി ഇവിടെ സാധാരണക്കാരെ കർഷകർക്ക് അറിയോ? അറിയില്ല. ഇവിടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനും പൈപ്പ് ലൈൻ കമ്പനിക്കും അറിയാം. ഈ 2015 നിയമ ഭേദഗതി കേന്ദ്ര ഗവൺമെന്റ് വരുത്തി എന്ന് പറയുന്ന ഈ ഓർഡർ പറയുന്ന ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിയമ ഭേദഗതി വരുത്തി ഈ പൈപ്പ് ലൈൻ ആക്ടിന്റെ പൈപ്പ് ലൈൻ തന്നെ ഉൾപ്പെടെ എല്ലാ റെയിൽവേയുടെ ആയിട്ട് പല ഒരു ലിസ്റ്റ് ഉണ്ട്. അതിന്റെ ബാക്കിൽ തൊട്ട് ബാക്കിലെ പേജ് 13ഓളം പേരുണ്ട്. ഇതെല്ലാം വെട്ടി നാഷണൽ ഹൈവേ, ഇതെല്ലാം നിയമ ഭേദഗതി വരുത്തി. ഇവരെല്ലാം ഇനി അവിടെ ഭൂമി ഏറ്റെടുക്കുന്ന 2013 ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ പാടുള്ളൂ. ഈ പറയുന്ന നഷ്ടപരിഹാരം കൊടുക്കാൻ പാടുള്ളൂ. അതെങ്ങനെയാ? മാർക്കറ്റ് വില നിശ്ചയിക്കണമെങ്കിൽ ഒരു ഏരിയയിലെ നോട്ടിഫിക്കേഷൻ ചെയ്ത തീയതി മുതൽ 3 വർഷം മുമ്പ് വരെ നടന്ന 5 കിലോമീറ്റർ ചുറ്റളവിലെ കൂടിയ ആധാരങ്ങൾ എടുക്കണം. ഒരു ആവറേജ് വിലയാക്കണം. എന്നിട്ട് ഒരു വില നിശ്ചയിക്കണം, മാർക്കറ്റ് വില നിശ്ചയിക്കണം. ആ മാർക്കറ്റ് വിലയുടെ 10% ഞങ്ങൾക്ക് തന്നാൽ മതി. അതെന്ന് പറയുമ്പോൾ വലിയ അന്തരമാണ്. ഫെയർ വാല്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ എന്ന് ഒരു വലിയ അന്തരമാണ്. നമ്മുടെ കേരളത്തിലെ മൊത്തത്തിലുള്ള വിഷയമാണ്. ഫെയർ വാല്യൂ മാർക്കറ്റ് വാല്യൂ വലിയ അന്തരമാണ്. നിസാര വിലയുള്ള ഫെയർ വാല്യൂ ഇട്ടിരിക്കും. ഞങ്ങൾക്ക് പിന്നീടാണ് ഇതിന് നമ്മളിതിന്റെ പുറകിൽ നിന്ന് ഓരോ പേപ്പറുകൾ, ഞാനിപ്പോൾ തമിഴ്നാട് സർക്കാരിന് നിങ്ങളുടെ ഓർഡർ വെച്ചിട്ടില്ലേ, ഞാൻ വിവരാശം വെച്ച് തമിഴ്നാട് സാർ ചീഫ് സെക്രട്ടറിക്ക് വിവരാശം വെച്ചിട്ട് അവിടെ കൊടുത്ത നഷ്ടപരിഹാരത്തിന് കിട്ടിയപ്പോഴാണ് അവിടെ 2013 ആക്ട് പ്രകാരം കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്കറിയില്ല 2015 കേന്ദ്ര ഗവൺമെന്റ് നിയമ ഭേദഗതി വരുത്തിയെന്ന് അപ്പോഴും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഈ സമയത്താണ് നമ്മളിപ്പോ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്താണ് ഈ ഇത് കിട്ടിയതും അഹമ്മദാബാദ് ഹൈക്കോടതിയുടെ ജഡ്ജിമെന്റും കിട്ടുന്നത്. ആ ജഡ്ജിമെന്റ് ഞാൻ എടുത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ നമ്പറും കാര്യങ്ങളും എടുത്തു. 2 വില അതാണ് നമ്മുടേത്. പക്ഷെ ഇത് നോക്കുമ്പോൾ നമ്മൾ ഇത് മാത്രമല്ല, നിങ്ങൾ കൊച്ചി സേലം ഗ്യാസ് പൈപ്പിലെ മാത്രമല്ല, ഗെയിലിന് കൊടുത്ത സംഭവം ഇതേ തട്ടിപ്പാണ് നടത്തി. ഗെയിലിൽ കൊടുത്തിരിക്കുന്ന കേസ് അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഗെയിലിൽ കൊടുത്തിരിക്കുന്നതും ഇതേ തട്ടിപ്പാണ്. അത് 2017 ഇവർ അന്ന് ഓർഡർ ഇടുന്നത്. 2015 നിയമം മാറി. അല്ല, അത് അവർക്കെല്ലാം ഗുണനിർച്ചു. സാധാരണക്കാർക്ക് കർഷകർക്ക് നീതി കിട്ടട്ടെ. നമ്മുടെ സാധാരണക്കാരും നീതി കിട്ടട്ടെ. ഇപ്പൊ എയർപോർട്ടിന് വേണ്ടി എന്റെ മരങ്ങളെല്ലാം വെട്ടിപ്പോയതാ. ഞാൻ എയർപോർട്ടിന്റെ കിഴക്ക് ഭാഗത്ത് അടുത്ത പോകുമ്പോഴത്തെ താമസം. എന്റെ ഫാദർ ആ ഷോക്കിൽ മരിച്ചതാണ്. അന്ന് പോലെ ഞാൻ ഈ ഇതിന്റെ മുൻപന്തിയിലുണ്ട്. അതായത് കർഷകരുടെ ചൂഷണം എവിടെ ചെയ്യേണ്ട മുൻപന്തിയിലുണ്ട്. എയർപോർട്ടിനെതിരെ നമ്മൾ ഇന്നിപ്പോ എനിക്ക് 2 മണിക്ക് മനുഷ്യാവകാശ കമ്മീഷന്റെ ബന്ധപ്പെട്ടിട്ട് കളക്ടറേറ്റിൽ എനിക്കൊരു ഹിയറിംഗ് ഉണ്ട്. ശബരി റെയിൽപാത ഉപേക്ഷിച്ച പദ്ധതി ഞാനാണ് കാലിവരെ സർവർക്ക് പൂർത്തീകരിച്ചത്. ഇപ്പൊ അങ്കമാലി കുണ്ടന്നൂരിന്റെ 18 വില്ലേജിന്റെ ജനറൽ കൺവീനർ ഞാനാണ്. സാധാരണക്കാർക്ക് അറിയില്ല. നമ്മളൊന്ന് നിയമപരമായിട്ട് പോരാടാണ്. അവർ ഇതുമാരെ തന്നെ തരില്ല എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ കോടതി വഴി ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു കർഷകർ ചൂഷണം ചെയ്യപ്പെടുന്നത് സാധാരണക്കാർ. ഏതാ? KSPPL എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ്. ഞാൻ എഴുതിയില്ല. KSPPL എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ്. അവർ തൃപ്പൂണിത്തിനാണ് ഓഫീസ്. അത് അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. KSPPL എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയം HEP കൺസോർഷ്യം ഉണ്ടാക്കിയിട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഇവർ രജിസ്റ്റർ ചെയ്തു.
അപ്പൊ ഇവരുടെ ഗവൺമെന്റിന്റെ ഒന്നും വരില്ല, ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥർ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒരു ഈ പറഞ്ഞ ഒരു ഓർഡർ ഇറക്കി. അത് നിയമവിരുദ്ധമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സെൻസേഷൻ വാർത്തയായിട്ട് വന്നു